ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സയൻസ് ഇൻ എവറിഡേ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, അതൊക്കെ മെയിനായിട്ടും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ആ ഒരു ഏരിയയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ഫ്രം SCERT ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കുന്നത്. സോ നിങ്ങൾക്കും ഈസി ആയിരിക്കും പിന്നീട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ് 8 നിന്നാണ്. ബിക്കോസ് നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ +2 ലെവൽ എക്സാമിനേഷൻ ഫോക്കസ് ചെയ്യുമ്പോൾ അതൊട്ട് നോക്കിയാൽ മതി. 8, 9, 10 കട്ടയ്ക്ക് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ലൈഫ് മിസ്റ്ററി ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ചേമ്പേഴ്സിലെ ലൈഫിൻ്റെ മിസ്റ്ററീസ് അല്ലേ, അതാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അതൊന്നും വേണ്ട. അതിൽ പിന്നെ വരുന്നത് ഇതാണ്. ഓക്കെ, അതായത് നമ്മുടെ ഇലയെ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ഒരുപാട് വാക്യൂൾസ് അല്ലെങ്കിൽ കുറച്ച് ഹോൾസ് കാണും അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ച ആളാണ് റോബർട്ട് ഹുക്ക്. ഇത് +2 ലെവലിന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ റോബർട്ട് ഹുക്ക് ഇസ് ഫസ്റ്റ് ഡിസ്കവേർഡ്, എന്താ പറയുക, ഒരു സെല്ല് കണ്ടുപിടിച്ച ആൾ, കണ്ടെത്തിയ ആളാണ് റോബർട്ട് ഹുക്ക്. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാണ് പുള്ളി കണ്ടെത്തിയത്. അപ്പോൾ ഇതിൽ ഇയാൾ നോക്കിയപ്പോൾ കണ്ടെത്തിയത് ഇങ്ങനത്തെ ഒരു സംഭവമാണ് കണ്ടെത്തിയത്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു 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 ഇങ്ങനെ എന്താ പറയുക റൂം പോലെ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്, ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് അതിന് സെൽ എന്ന് പേരിട്ടത്. ടൈനി ചേമ്പേഴ്സിനെ സെൽ എന്ന് പേരിടുകയാണ് ചെയ്തത്. ഇതാണ് റോബർട്ട് ഹുക്ക്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഈ ഫൗണ്ടഡ്. അതേപോലെ തന്നെ നമ്മുടെ ഗാന്ധിജി സേവാഗ്രാം ആശ്രമം 1940 പുള്ളി നോക്കുന്ന ഒരു ഇമേജും അതിൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, അതേപോലെ നമ്മൾ പിന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെൽ ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, അതിൻ്റെ ഒരു ക്രൊണോളജി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റോബർട്ട് ബ്രൗൺ ആണ്. 1831 സെല്ല് കണ്ടുപിടിക്കുകയും അതിൻ്റെ സെൻറ്ററിനെ ന്യൂക്ലിയസ് എന്ന് നെയിം ചെയ്യുകയും ചെയ്തു, റോബർട്ട് ബ്രൗൺ. അത് കഴിഞ്ഞ് MJ സ്ലീഡൻ, പുള്ളി പ്ലാന്റിൻ്റെ സെല്ലിനെ കണ്ടുപിടിച്ചു. ഓക്കെ, സ്ലീഡൻ പ്ലാന്റ് അങ്ങനെ ഓർത്തിരിക്കും. ഓക്കെ, അപ്പോൾ MJ സ്ലീഡൻ പ്ലാന്റിൻ്റെ സെല്ല് കണ്ടുപിടിച്ചു. പ്ലാന്റ് സെല്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു കണ്ടുപിടിച്ചു. അതിനുശേഷം തിയോഡോർ ഷ്വാൻ വന്നു. അനിമൽ. ഓക്കെ, അപ്പോൾ തിയോഡോർ ഷ്വാൻ അനിമൽ സെല്ല് കണ്ടുപിടിച്ചു. അനിമൽ സെല്ല് കൊണ്ടാണ് മേടപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് റുഡോൾഫ് വിർഷോ ചെയ്തതെന്ന് വെച്ചാൽ എന്താ പറയുക, ഡിവൈഡിങ്, ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടായിരുന്നു റുഡോൾഫ് വിർഷോ കണ്ടുപിടിച്ചത്. അത് നിങ്ങൾക്ക് ഇങ്ങനെ ഓർക്കാം, വീന് അവസാനം V ആവുകയാണ് കേട്ടോ, സെല്ല് ഡബിൾ ആവുമെന്ന് ഓർക്കാം. അപ്പോൾ റുഡോൾഫ് വിർഷോ ആണ് എന്ത് കണ്ടുപിടിച്ചത്, സെല്ല് ഡിവിഷൻ കണ്ടുപിടിച്ചതും അതേപോലെ പുതിയ പുതിയ സെല്ല് എങ്ങനെയാണ് പഴയ സെല്ലിൽ നിന്നും ഉണ്ടാകുന്നതെന്നും കണ്ടുപിടിച്ചത് റുഡോൾഫ് വിർഷോ. അപ്പോൾ ആദ്യം റോബർട്ട് ബ്രൗൺ, പിന്നെ MJ സ്ലീഡൻ, പിന്നെ തിയോഡോർ ഷ്വാൻ, പിന്നെ റുഡോൾഫ് വിർഷോ. ഇനി MJ സ്ലീഡനും തിയോഡോർ ഷ്വാനും കൂടെ ഒരുമിച്ചിട്ട് അവരെന്ത് കണ്ടുപിടിച്ചു, സെൽ തിയറി കണ്ടുപിടിച്ചു. അപ്പോൾ ഈ സെൽ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എല്ലാ ഓർഗാനിസത്തിൻ്റെയും ബോഡി ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് സെല്ലിലാണ്. സെല്ലാണ് സ്ട്രക്ചറലും ഫങ്ഷണൽ യൂണിറ്റ്. ഒരു ഓർഗാനിസത്തിൻ്റെ സ്ട്രക്ചറൽ യൂണിറ്റും ഫങ്ഷണൽ യൂണിറ്റും എന്താണ്, സെല്ലാണ്. അതുപോലെ സെല്ലിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണോ ചോദിക്കാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫോറിൻ പാർട്ടിക്കിളിനെ റെസിസ്റ്റ് ചെയ്യുക, രണ്ടാമത്തത് ബയോ മോളിക്യൂൾ സിന്തസൈസ് ചെയ്യുക, മൂന്നാമത്തത് ന്യൂട്രിയൻസിൽ നിന്നും എനർജി എടുക്കുക. ഇത് ഇത്രയുമാണ് സെല്ലിൻ്റെ ഫങ്ഷൻ. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഫോറിൻ പാർട്ടിക്കിൾസിനെ റെസിസ്റ്റ് ചെയ്യുക, ബയോ മോളിക്യൂളിനെ സിന്തസൈസ് ചെയ്യുക, ഉണ്ടാക്കുക, അതേപോലെ തന്നെ ന്യൂട്രിയൻസും എനർജിയും ഉണ്ടാക്കുക എന്നുള്ളതാണ് സെല്ലിൻ്റെ ഘടന. ഓക്കെ, സെല്ലിൻ്റെ കടമകൾ. ഇനി സെല്ലിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കോംപ്ലക്സ് ആണ്. കാരണം ഓരോ സ്ട്രക്ചറിൻ്റെ ഓരോ പാർട്ടും ഓരോരോ പ്രവൃത്തിയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് പ്ലാൻ സെല്ല് നോക്കുകയാണെങ്കിൽ നോക്കൂ, ഗോൾഗി കോംപ്ലക്സ് ഉണ്ട്, ഒരു വാക്യൂൾ ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, സെൽ വാൾ ഉണ്ട്, സൈറ്റോപ്ലാസം, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ന്യൂക്ലിയസ്, സെൽ മെമ്പറൈൻ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സൈറ്റോപ്ലാസം, ക്ലോറോപ്ലാസ്റ്റ്. ഇതൊക്കെയാണ് പ്ലാൻ സെല്ലിലുള്ളത്. ഓക്കെ, അപ്പോൾ പ്ലാൻ സെല്ലിൽ എന്തൊക്കെയുണ്ടാകും നിങ്ങൾ എഴുതുക. അതുപോലെ എന്താണ് പ്രോട്ടോപ്ലാസം, എന്താണ് സൈറ്റോപ്ലാസം. സെൽ മെമ്പറൈനിലുള്ള എല്ലാ സബ്സ്റ്റൻസിനെയും നമ്മൾ പ്രോട്ടോപ്ലാസം എന്നാണ് പറയുന്നത്. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഒഴിച്ചിട്ട് ഉള്ള ഭാഗത്തിന് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയും. ന്യൂക്ലിയസ് പ്ലസ് സൈറ്റോപ്ലാസം ബിക്കം പ്രോട്ടോപ്ലാസം. ന്യൂക്ലിയസ് പ്ലസ് സൈറ്റോപ്ലാസം ബിക്കംസ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ സെല്ലിനകത്തുള്ള എല്ലാ സാധനങ്ങളും. അതേസമയം അതിന് ന്യൂക്ലിയസ് ഒഴിച്ച് വരുമ്പോൾ എന്താണ്, അത് സൈറ്റോപ്ലാസം. ഓക്കെ, സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസമിൽ കാണുന്ന ഓരോരോ കുഞ്ഞു കുഞ്ഞു ഓർഗനൽസ് ആണ്. അത് ഓരോരോ ഫങ്ഷൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ ഫങ്ഷൻ വീതം നോക്കാം. ഫസ്റ്റ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബേസിക്കായ കാര്യം പവർ ഹൗസ് ഓഫ് ദി സെല്ലാണ് അല്ലേ.
പ്രൊഡക്ഷൻ, എനർജി പ്രൊഡക്ഷൻ, സ്റ്റോറേജ് ഓഫ് എനർജി, ഇതൊക്കെ സഹായിക്കുന്ന ആളാണ് മൈറ്റോകോൺട്രിയ. ഇത് നമ്മുടെ ലിവറിലും ബ്രെയിനിലും മസിലിലും, അതായത് എവിടെയൊക്കെ എനർജി ഏറ്റവും കൂടുതൽ റിക്വയർമെൻ്റ് ഉണ്ടോ അവിടെയൊക്കെ കാണുന്ന ഒരു സെല്ലാണ് ഏത്? മൈറ്റോകോൺട്രിയ. അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, എൻഡോപാത്തിക് പാത്ത് എന്ന് പഠിക്കുക. ഓക്കെ, കാരണം ഇതൊരു പാസേജ് പോലെയാണ്. കണ്ടോ, സെല്ലിനുള്ളിൽ നമ്മൾ മറ്റേ ഇത് കഴിക്കില്ലേ, മുട്ടുമുയലിന് വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറയില്ലേ, ഇത് ആക്ച്വലി പാത്ത് പോലെയാണ്. കണ്ടോ, ഇങ്ങനെ പോകും. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് സെല്ലിനുള്ളിലെ പാസേജ് തന്നെയാണ്. സെല്ലിനകത്തുള്ള മെറ്റീരിയൽസിൻ്റെ കണ്ടക്ഷൻ, ഓക്കെ, അതായത് ഇപ്പോൾ വെള്ളം വരുവാണെങ്കിൽ വെള്ളത്തിന് അബ്സോർബ് ചെയ്യുക, അങ്ങനത്തെ കണ്ടക്ഷനൊക്കെ ചെയ്യുന്ന ഒരു പാർട്ടാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതിനെ നമ്മൾ സൈറ്റോസ്കെലറ്റൻ എന്നും പറയും. നമ്മുടെ സെല്ലിന് ഫേംനെസ്സും ആ ഒരു ഷേപ്പ് നിലനിർത്തുന്നത് ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇനി അടുത്തത് റൈബോസോം. റൈബോസോം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സ്ഥലമാണ് റൈബോസോം. ഒന്നുകിൽ ഇത് എൻഡോപ്ലാസ്മിക്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണും, അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് കാണും. അതാണ് റൈബോസോം. ഓക്കെ, അടുത്തത് വാക്യൂൾ. വാക്യൂൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മെമ്മറൈൻ കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മെമ്മറൈൻ്റെ പറയുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. എന്താണ്? ടോണോപ്ലാസ്റ്റ്. അപ്പം ഈ ടോണോപ്ലാസ്റ്റ് ആണ് ഈ വാക്യൂളിന് ആ ഒരു ബബിൾ ഷേപ്പ് നിലനിർത്തുന്നത്. ഇത് എന്തൊക്കെ ചെയ്യും? വാക്യൂള് വാട്ടർ സ്റ്റോർ ചെയ്യും, സോൾട്ട് സ്റ്റോർ ചെയ്യും, എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതാണ് വാക്യൂൾ. വാക്യൂൾ എന്ന് പറയുന്നത് ടോണോപ്ലാസ്റ്റ് കൊണ്ട് കവേർഡാണ്. അപ്പോൾ അതിനകത്തുള്ളത് വെള്ളം, അതുപോലെ ഫുഡ് മെറ്റീരിയൽസ്, അതുപോലെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്, ഇതൊക്കെ വാക്യൂളിലുണ്ട്. ഇനി അടുത്തത് ഗോൾഗെ കോംപ്ലക്സ്. ആ പേര് പോലെ തന്നെ ഗുൾഗുൾഗ ഇരിക്കുന്നുണ്ട്, ഗുൾഗുള എന്ന് പറയും. അപ്പോൾ ഗോൾഗെ കോംപ്ലക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെല്ലിൽ നിന്നുണ്ടാകുന്ന സെക്രീഷൻസ്, അതായത് ഇപ്പോൾ എൻസൈംസോ ഹോർമോൺസോ ഒക്കെ സെക്രീറ്റ് ചെയ്യുമ്പോൾ അതിനെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് ആക്കി ഇങ്ങനെ വെക്കും. മനസ്സിലായില്ലേ? അങ്ങനെ വെക്കുന്ന സ്മോൾ വെസിക്കിൾസിൽ വെക്കുന്ന സംഭവമാണ് ഗോൾഗെ കോംപ്ലക്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്ലാൻസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ലിംഫ് ഗ്ലാൻഡ് പോലത്തെ ഗ്ലാൻസിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? മൈറ്റോകോൺഡ്രിയൻ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, വാക്യൂൾ, ഗോൾഗെ കോംപ്ലക്സ്, ഇത്രയും പഠിച്ചു. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതേപോലെ അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ഇത് ടെക്നോളജിയിൽ വരുന്ന സംഭവമാണ്. അതായത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് 2000 മടങ്ങ് ഒരു സാധനത്തിൻ്റെ സൈസ് കൂട്ടി കാണിക്കും. അതേസമയം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ലൈറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അത് ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനേക്കാളും നല്ല വ്യക്തമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ന്യൂക്ലിയസിലേക്ക് വരാണ്. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കറിയാം, ന്യൂക്ലിയസിലാണ് മെയിനായിട്ടും എല്ലാ കാര്യങ്ങളും ഉള്ളത്, അല്ലേ? അതായത് നമ്മുടെ ജീൻ, നമ്മുടെ ബിഹേവിയർ എല്ലാം അടങ്ങിയിരിക്കുന്നത് സെല്ലിനകത്ത്, ന്യൂക്ലിയസിനകത്തുള്ള ജീൻസിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ന്യൂക്ലിയസിനകത്താണ് എന്താ പറയുക, സിന്തസിസ് ഓഫ് പ്രോട്ടീൻ നടക്കുന്നത്. അപ്പോൾ ഈ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ നടക്കുന്നതെന്ന് വെച്ചാൽ ജീൻസിൻ്റെ കൺട്രോളിലാണ്. പക്ഷേ ജീൻ എന്ന് പറയുന്നത് എവിടെയാണ്? ക്രൊമാറ്റിൻ റെറ്റിക്കുലമാണ്. ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത് ന്യൂക്ലിയസിനകത്താണ്. അപ്പോൾ ന്യൂക്ലിയസിനകത്തുള്ള ക്രൊമാറ്റിൻ റെറ്റിക്കുലം ആണ് എന്ത് ചെയ്യുന്നത്? ജീൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ജീൻസാണ് പ്രോട്ടീൻ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ പഠിക്കുക. ന്യൂക്ലിയസിനകത്ത് ക്രൊമാറ്റിൻ റെറ്റിക്കുലം ജീൻസിനെ കൺട്രോൾ ചെയ്യുന്നു, ജീൻസ് പ്രോട്ടീൻ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, ഇനി ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ന്യൂക്ലിയോപ്ലാസം, ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ഈ പ്ലാസം കൂടെ ഏതെങ്കിലും വരുവാണെങ്കിൽ, സൈറ്റോപ്ലാസം, ഓക്കെ, ഈ പ്ലാസം വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഫ്ലൂയിഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ന്യൂക്ലിയസിനകത്തുള്ള ഫ്ലൂയിഡ് പാർട്ടിനെയാണ് ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. ന്യൂക്ലിയോലസും ക്രൊമാറ്റിൻ റെറ്റിക്കുലവും ഇതിനകത്താണുള്ളത്. ഈ ന്യൂക്ലിയോലസ് എന്ന് വെച്ചാൽ സ്പെറിക്കൽ ബോഡീസാണ്. റൈബോസോമിനെ സിന്തസൈസ് ചെയ്യുന്ന സ്ഥലമാണ് ന്യൂക്ലിയോലസ്. റൈബോസോമിനെ സിന്തസിസ് ചെയ്യുന്ന സ്ഥലം. ക്രൊമാറ്റിൻ റെറ്റിക്കുലം ഞാൻ പറഞ്ഞായിരുന്നു, ഇവരാണ് ജീൻസിനെ ക്യാരി ചെയ്യുന്നത്. ക്രൊമാറ്റിൻ റെറ്റിക്കുലം, ന്യൂക്ലിയസിനകത്തുള്ള ക്രൊമാറ്റിക് റെറ്റിക്കുലമാണ് ജീൻസിനെ ക്യാരി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വെളിയിൽ ഇറങ്ങുകയാണ്, ന്യൂക്ലിയസിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ, ഓക്കെ, ന്യൂക്ലിയോപ്ലാസം കഴിഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡബിൾ ലെയർഡ് മെമ്മറൈൻ ഉണ്ട്. ഓക്കെ, അത് ന്യൂക്ലിയസിനെ കവർ ചെയ്യും. അത് ന്യൂക്ലിയർ മെമ്മറൈൻ എന്ന് പറയും. പിന്നെ ന്യൂക്ലിയർ പോർ ഉണ്ട്. ന്യൂക്ലിയർ പോർ എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു പോർസ് ആണ്. കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് കയറാനും ഹെൽപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ന്യൂക്ലിയർ പോർ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. പ്രോകാരിയോട്സ് എന്ന് വെച്ചാൽ ഭയങ്കര പ്രൊഫഷണലാണ്, അവർക്ക് ന്യൂക്ലിയസിൻ്റെ ആവശ്യമേ ഇല്ല. അങ്ങനെ ആലോചിക്കും. ഓക്കെ, ഭയങ്കര പ്രൊഫഷണലാണ്, അവർക്ക് ഈ ന്യൂക്ലിയസിൻ്റെ ആവശ്യമേ ഇല്ല. പക്ഷേ യൂകാരിയോട്സ് അങ്ങനെയല്ല. അമീബ, ആനിമൽ, പ്ലാന്റ്സ്, ഇവർക്കൊക്കെ ഒരു ഡെഫിനറ്റ് ആയിട്ട് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് അനുസരിച്ചാണ് പോകുന്നത്.
അപ്പോൾ പ്രോകാരിയോട്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ, സയാനോബാക്ടീരിയ, മൈക്രോപ്ലാസ്മ. ഓക്കെ, ഇതിനൊന്നും ന്യൂക്ലിയസ് ഇല്ല. അതേസമയം അമീബ, അനിമൽ, പ്ലാന്റ് ഇവർക്കൊക്കെ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിവരെ യൂകാരിയോട്സ് എന്ന് വിളിക്കും. ഓക്കെ, അതേപോലെ ബയോ മെമ്മറൈൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ന്യൂക്ലിയസിന് ചുറ്റും മാത്രമല്ല കവറിങ്ങുള്ള മിക്ക നമ്മുടെ ഓർഗൻസിനും കവറിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ബയോ മെമ്മറൈൻസ് ആണ് പറയുന്നത്. ഈ ബയോ മെമ്മറൈൻസ് ആണ് സെല്ലുകൾ തമ്മിലുള്ള കണ്ടക്ഷൻ, അതേപോലെ ഒരു സെല്ലിൽ നിന്ന് മറ്റ് സെല്ലിലേക്ക് വെള്ളം പോകുന്നത്, ഒരു സെല്ലിൽ നിന്ന് മറ്റ് സെല്ലിലേക്ക് ഫുഡ് മെറ്റീരിയൽസ് പോകുന്നത്, സോൾട്സ് പോകുന്നത്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആ സെൽ മെമ്മറൈനാണ്, ആ ബയോ മെമ്മറൈനാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത്, ഇപ്പോൾ നോക്കുവാണെങ്കിൽ ക്യാരറ്റിന് യെല്ലോ കളറാണ്, അതേപോലെ ക്യാബേജ് ഗ്രീൻ കളറാണ്, അതുപോലെ നമ്മുടെ ചീര പിങ്ക് കളറാണ് അല്ലേ, പിങ്ക് കളർ, വയലറ്റ് കളറാണ്. അപ്പോൾ ഇങ്ങനെ കളേഴ്സ് എന്തുകൊണ്ട് മാറി മാറി വരുന്നു? ബേസിക്കലി സെല്ലിനകത്തുള്ള എല്ലാ സാധനങ്ങളും സെയിം ആണ്, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ് സെല്ലിൽ മാത്രമുള്ളതാണ് പ്ലാസ്റ്റിഡ്. ഈ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. 1 ക്രോമോപ്ലാസ്റ്റ്, 2 ക്ലോറോപ്ലാസ്റ്റ്, 3 ല്യൂക്കോപ്ലാസ്റ്റ്. ഏതൊക്കെയാണ്? ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ഇത് പ്ലാസ്റ്റിഡ്സ് ആണ്. ഈ പ്ലാസ്റ്റിഡ് എന്ന് പറയുമ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് ആണെങ്കിൽ, ക്ലോറോപ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്ലോറോഫിൽ വേണ്ട എന്തിനാണ്? ഫോട്ടോസിന്തസിസ് അല്ലേ. അപ്പോൾ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ക്രോമാറ്റോഗ്രഫി. ക്രോമോ എന്ന് വെച്ചാൽ കളറാണ്. അപ്പോൾ ഈ ക്രോമോപ്ലാസ്റ്റ് വെച്ചാൽ എന്താണ്? കളറ് കൊടുക്കുന്നതാണ്. ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സിനും കളർ കൊടുക്കുന്ന പ്ലാസ്റ്റിഡാണ് ക്രോമോപ്ലാസ്റ്റ്. സാന്തോഫിൽ യെല്ലോ, കെരോട്ടിൻ യെല്ലോയിഷ് ഓറഞ്ച്, ആന്തോസിയാനിൻ റെഡ് പർപ്പിൾ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്രോമോപ്ലാസ്റ്റിലുള്ള ചില പിഗ്മെൻറ്റ്സ് ആണ്. ഇനി ഇഷ്ടംപോലെ റേഞ്ച് ഓഫ് പിഗ്മെൻറ്റ്സ് ഓരോരോ പാർട്ടിലായിട്ട്, പ്ലാന്റിൻ്റെ പാർട്ടിലായിട്ടുണ്ട്. ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ല്യൂക്കോസൈറ്റ്സ് അറിയാമല്ലോ, വൈറ്റ് ബ്ലഡ് സെൽസ്. അതുപോലെയാണ്. ഇതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല, പക്ഷേ അത് ഒരു ഫുഡ് മെറ്റീരിയൽസ് എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത് അവിടെ ഇഷ്ടം പോലെ കാണും ല്യൂക്കോപ്ലാസ്റ്റ്. ഓക്കെ, ഫ്രൂട്ട്സ് റൈപ്പൺ ചെയ്യുമ്പോൾ, ഫ്രൂട്ട്സ് പഴുക്കുമ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എന്താവും? ക്രോമോപ്ലാസ്റ്റ് ആവും. അതുപോലെ സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ടു ഷുഗർ. ഓക്കെ, ഇതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ പറയില്ലേ പച്ചയായിട്ടിരിക്കുമ്പോൾ മാങ്ങയ്ക്കൊരു ടേസ്റ്റ്, പഴുക്കുമ്പോൾ വേറെ ടേസ്റ്റ്. അത് ഇതുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, പ്ലാസ്റ്റിക്സ് കൊണ്ടാണ് വരുന്നത്. ഡൗട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഏത് പോർഷനാണ് ഡൗട്ട് എന്നുള്ളത്. ഇനി നമ്മൾ നേരെ അനിമൽ സെല്ലിലേക്ക് വന്നത്. ഇതുവരെ നമ്മൾ പ്ലാന്റ് സെല്ലാണ് പഠിച്ചത്. ഇനി അനിമൽ സെല്ലിലേക്ക് വരികയാണ്. അനിമൽ സെല്ല് നോക്കുമ്പോൾ നമുക്കൊരു സെൻട്രോസോം കാണാം, ഒരു റൈബോസോം കാണാം, സൈറ്റോപ്ലാസം, മൈറ്റോകോൺഡ്രിയൻ, ലൈസോസോം, ഗോൾഗി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയസ്, സെൽ മെമ്പറൈൻ അല്ലേ. മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത് ഏതാണ്? സെൻട്രോസോം അല്ലേ. സെൻട്രോസോം എന്ന് പറയുന്നത് നമ്മുടെ അനിമൽ സെല്ലിൽ മാത്രം കാണുന്ന സെൽ ഓർഗനലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സെൽ ഡിവിഷന് ഭയങ്കര രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് സെൻട്രോസോം. ഓക്കെ, അപ്പോൾ അതാണ് സെൻട്രോസോം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടിനും കമ്പയർ ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ ലൈസോസോമും നമ്മുടെ അനിമൽ സെല്ലിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കുറേ സാധനങ്ങൾ നമുക്കില്ല. അതേപോലെ ലൈസോസോം എന്ന് പറയുന്നത് ആനിമൽ സെല്ലിന് മാത്രമേ ഉള്ളൂ. ഈ ലൈസോസോമിലാണ് ഡൈജസ്റ്റീവ് എൻസൈംസ് വരുന്നത്. അതായത് വെളിയിൽ നിന്ന്, അപ്പോൾ ലൈസോ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാം, ലൈസോൾ അല്ലേ, ലൈസോൾ ഡിസിൻഫെക്റ്റഡ്, ഫ്ലോർ ക്ലിയർ എന്നൊക്കെ അറിയാമല്ലോ. ഈ ലൈസോ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് ഫൈറ്റിംഗ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ലൈസോസോം. അപ്പോൾ ലൈസോസോം ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ട്. ഈ ഡൈജസ്റ്റീവ് എൻസൈം എന്ന് പറയുന്നത് ഫോറിൻ സബ്സ്റ്റൻസിനെ സെല്ലിൽ എൻ്റർ ചെയ്യുന്നതിൽ നിന്ന് തടയും. ഓക്കെ, അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നതിൽ നിന്നും തടയുന്നതാണ് ലൈസോസോം. അപ്പോൾ ലൈസോസോമും സെൻട്രോസോമും ഏതിലാണുള്ളത്? അനിമൽ സെല്ലാണുള്ളത്, പ്ലാന്റ് സെല്ലിലില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്, സെൽ ക്ലസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ കുറച്ച് സെല്ല് പഠിച്ചു, ഇനി നമ്മൾ സെൽ ക്ലസ്റ്റേഴ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് സെല്ല് ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ടിഷ്യൂ. ഒരുപാട് ടിഷ്യൂ ചേരുമ്പോഴാണ് ഓർഗൻ ഉണ്ടാകുന്നത്. ഒരുപാട് ഓർഗൻ ചേരുമ്പോൾ ഓർഗാനിസം ഉണ്ടാകും. ഒരുപാട് ഓർഗാനിസം ചേരുമ്പോൾ പോപ്പുലേഷൻ ഉണ്ടാകും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം നമുക്ക് മെയിനായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെല്ലുകളാണെന്ന് പറയുന്നത് നെർവ് സെൽസ് ആണ്. ഫസ്റ്റ് വൺ നെർവ് സെൽ, പിന്നെ ബ്ലഡ് സെൽ, ബോൺ സെൽ, മസിൽ സെൽ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട സെല്ലുകൾ. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഓരോ പാർട്ടിനും ഓരോ ഫംഗ്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൽസ് ആണുള്ളത്. ശരിക്കും പറഞ്ഞാൽ 200 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെല്ലാണ് നമ്മുടെ ബോഡിയിലുള്ളത്. 200. ഓക്കെ, 200 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൽ. ഇത് SCRTയുടെ നമ്പറാണ്.
സോ ഓർത്ത് വെച്ചിരിക്കുക. +2 ലെവലിന് ചോദിക്കാം. +2 ലെവലിന് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. കമ്പയർഡ് ടു ദാറ്റ്. അതുപോലെ എൻവയോൺമെൻറ്റിൽ നിന്ന് +2 ലെവലിന് ചോദിക്കാം. അപ്പോൾ 200 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ആണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണ് ടിഷ്യൂ. ഞാൻ പറഞ്ഞു ഒരേപോലത്തെ ഫങ്ഷൻ ചെയ്യുന്ന സെല്ലുകളുടെ ഒരു കൂട്ടം. നമ്മളിപ്പോഴും പറയില്ലേ, ഇപ്പം ടെന്നീസ് കളിക്കുന്ന ഒരുപാട് പേര് ഒരു ക്ലബ്ബ് എന്ന് പറയില്ലേ, ടെന്നീസ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ ഒരേ സെല്ലിൻ്റെ ഒരേ ഫങ്ഷൻ ചെയ്യുന്ന സെല്ലിൻ്റെ ഒരു ക്ലബിനെയാണ് നമ്മൾ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോമൺ ഒറിജിനാണ്, അത് കോമൺ ഫങ്ഷനാണ്. ഓക്കെ, ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടിഷ്യൂസ് നോക്കാം. കണ്ടോ, ഒരു സെല്ലാണിത്. ഇത് പുതിയ പോലത്തെ കുറേ സെല്ല് വരുമ്പോൾ അതെന്താവും, ടിഷ്യൂ ആവും. ഓക്കെ, മാത്രമല്ല നമ്മുടെ ഹ്യൂമൻ ബോഡി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്. ആ സിംഗിൾ സെല്ലിൻ്റെ പേരാണ് സൈഗോട്ട്. ഈ സൈഗോട്ട് പിന്നീട് ഡിവൈഡ് ചെയ്താണ് പല ഓർഗൻസ് ആവുന്നത്. അതുകൊണ്ടാണ് ഫീറ്റൽ സെൽസ് എന്ന് പറയും. ഫീറ്റൽ സെല്ലിന് വളരെയധികം സയൻറ്റിഫിക് വേൾഡിൽ അൺഎത്തിക്കലായിട്ട് യൂസ് ചെയ്യുന്നത് ഫീറ്റൽ സെല്ലാണ്. കാരണം അതിൽ നിന്ന് നമുക്ക് ഏതൊരു ഓർഗാനിനെയും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് പല ശാസ്ത്രജ്ഞന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതിൽ ഇപ്പോഴും അനധികൃതമായിട്ട് റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പം ഒരു സെല്ലിൽ നിന്നും പല കൈൻഡ് ഓഫ് സെല്ലിനുണ്ടാകുന്നതിന് നമ്മൾ സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരൊറ്റ സെല്ല്, ഇത് സൈഗോട്ട്, ഇതിൽ നിന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ ഒരു സൈഗോട്ട്. ഈ സൈഗോട്ടിൽ നിന്ന് നമുക്ക് കിഡ്നിയിലുണ്ടാവുന്ന സെൽസ്, ബ്ലഡ് സെൽസ്, ലിംഫ് സെൽസ്, അല്ലേ, അങ്ങനെ പല കൈൻഡ് ഓഫ് സെൽസ് ഈ ഒരു സാധനത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. മനസ്സിലായല്ലേ, ടൈപ്പ്. ഓക്കെ, അങ്ങനെ വരുന്നതിനാണ് നമ്മൾ സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, സൈഗോട്ട് അൺഡിഫറൻഷിയേറ്റഡ് ആണ്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് ഫീറ്റൽ സെല്ലാവുന്നത്. ആ ഫീറ്റൽ സെല്ലാണ് പിന്നെ നെർവ് സെല്ല്, ബോൺ സെല്ല്, ബ്ലഡ് സെല്ല്, മസിൽ സെല്ലൊക്കെ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെം സെൽ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെം സെൽ ഇത് ഡിഗ്രി ലെവലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെം സെൽ ശരിക്കും പറഞ്ഞാൽ ഏത് സെല്ലായി മാറാനുള്ള കഴിവ് സ്റ്റെം സെല്ലുണ്ട്. സ്റ്റെം സെൽസ് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ഡിഫറൻഷിയേഷൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് പല കൈൻഡ് ഓഫ് സെല്ലായി മാറിക്കൊണ്ടിരിക്കും. സ്റ്റെം സെൽസ് ക്യാൻ എയ്തർ ട്രാൻസ്ഫോം ടു അതർ സെൽസ്, അല്ലെങ്കിൽ അത് അതേപോലെ ഇരിക്കും, ഏതെങ്കിലും ഒന്നായിരിക്കും ചെയ്തത്. ഓക്കെ, അതേസമയം ഇപ്പം നമ്മൾ പറയുകയാണ്, നമ്മുടെ ടിഷ്യൂലുള്ള സെല്ല് ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ പുതിയ സെല്ലുണ്ടാകുന്നത് സ്റ്റെം സെല്ലിൽ നിന്നാണ്. സ്റ്റെം സെൽസ് കാണുന്നത് എവിടെയൊക്കെയാണ്? ബോൺ മാരോ, സ്കിൻ, ഡൈജസ്റ്റീവ് ട്രാക്ട്സിലൊക്കെയാണ് സ്റ്റെം സെൽസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു സെല്ലിൻ്റെ ഒരു ടൈപ്പ് കിട്ടിയാൽ, അതിൻ്റെ സ്റ്റെം സെല്ല് കിട്ടിയാൽ നമുക്ക് അതിൽ നിന്നും അതിൻ്റെ സംഭവം ഉണ്ടാകാം. അപ്പോൾ നമുക്കിപ്പോൾ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ സ്റ്റെം സെല്ല് കിട്ടുകയാണെങ്കിൽ അതിന് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായില്ലേ, അതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ നമുക്ക് ബ്ലഡ് ക്യാൻസർ, ഡയബറ്റീസ്, പാർക്കിൻസൺ ഡിസീസിനൊക്കെ വളരെയധികം ഉപകാരപ്പെടും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അനിമൽ ടിഷ്യൂസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ +2 ലെവൽ ആൻഡ് LDC മെയിൻസ് ലെവൽ. എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് ആദ്യം നോക്കുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എപ്പി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പുറത്താണ് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദി ബോഡി. അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്ട്സിൻ്റെ ഇന്നർ വോളിലൊക്കെ ഇത് വളരെ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻ, ഇത് ഇത്രയാണ് അതിൻ്റെ കടമ. പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ, പ്രൊഡക്ഷൻ. ഇപ്പോൾ വേർപ്പ് ഉണ്ടാക്കുക, അതുപോലെ ഈ ഡൈജസ്റ്റീവ് ട്രാക്ട്സൊക്കെ ആണെങ്കിൽ HCl, അതേപോലെ പല ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. അതിനൊക്കെ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ വേണം. അടുത്തത് നെർവസ് ടിഷ്യൂ. എല്ലാവർക്കും അറിയാം, കൺട്രോൾ ആൻഡ് കോർഡിനേഷനാണ് അതിൻ്റെ മെയിൻ ഫിസിയോളജിക്കൽ ഫങ്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും വെളിയിൽ ചേഞ്ച് ഉണ്ടാവുമെങ്കിൽ, ബോഡിക്ക് ഉള്ളിൽ ചേഞ്ച് ഉണ്ടാവുമെങ്കിൽ അതനുസരിച്ചിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂ ആണ് നെർവസ് ടിഷ്യൂ. ശരിക്കും പറഞ്ഞാൽ ബുദ്ധിയുള്ള ടിഷ്യൂ ആണ് നെർവസ് ടിഷ്യൂ. ഓക്കെ, അടുത്തത് മസ്കുലർ ടിഷ്യൂ. മസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് കോൺട്രാക്റ്റ് ചെയ്യാനും തിരിച്ച് അതേ സെയിം പൊസിഷനിൽ എത്താനും കഴിയുന്ന ടിഷ്യൂ ആണ് മസ്കുലർ ടിഷ്യൂ. ഇത് ബോഡിയുടെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നു, അല്ലേ? മസിൽ നമുക്കറിയാം മൂവ്മെൻറ്റിനെ സഹായിക്കുന്നു. ഇനി കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് ഒന്നിൽ ഡിഫറെൻറ്റ് ടിഷ്യൂവിനെ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ ബോൺ, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂ, ബ്ലഡ്, ഇതൊക്കെ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോൺ ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലേ? ബോൺ ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോണും കാർട്ടിലേജും നമ്മുടെ ബോഡിക്ക് സപ്പോർട്ടും നമ്മുടെ ബോഡിക്ക് ഷേപ്പും കൊടുക്കുന്ന എന്താണ്? ബോണും കാർട്ടിലേജുമാണ്. അതുപോലെ ഫൈബ്രസ് ടിഷ്യൂ. ഫൈബ്രസ് ടിഷ്യൂ എന്ന് പറയുന്നത് വേറെ ടിഷ്യൂസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ സഹായിക്കുന്നു. ബ്ലഡ് എന്ത് ചെയ്യുന്നു? മെറ്റീരിയൽസിനെ കണ്ടക്ട് ചെയ്യാനും നമ്മുടെ റെസിസ്റ്റൻസ്, ഡിസീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് സഹായിക്കുന്നത് ബ്ലഡ് ടിഷ്യൂ ആണ്.
കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ടെൻഡോൺസ് ഉണ്ട്. അത് മസിലിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ടെൻഡോൺസ്. മസിലിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഏത്? ടെൻഡോൺസ്. ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത് ബോണും കൂടെ കണക്ട് ചെയ്യുന്നതാണ്. BBL എന്ന് ഓർത്താൽ മതി. ഓക്കെ, ബോണും കൂടെ കണക്ട് ചെയ്യുന്ന ലിഗമെൻറ്റ്, മറ്റത് ടെൻഡോൺസ്. പിന്നെ ഫൈബ്രസ് ടിഷ്യൂ ആണ് നമ്മുടെ ഐസിന് അതിൻ്റെ പ്ലേസിൽ, കിഡ്നീനെ ആ പ്രോപ്പർ പ്ലേസിൽ വെക്കുന്നത്. ഇതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ കണക്റ്റീവ് ടിഷ്യൂന് എക്സാമ്പിളാണ്. ബോണും കാർട്ടിലേജും കണക്റ്റീവ് ടിഷ്യൂ ആണ് നമ്മുടെ ബോഡിക്ക് സ്ട്രെങ്ത് കൊടുക്കാനും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് ബോണും കാർട്ടിലേജുമാണ്. അതുപോലെ തന്നെ ബ്ലഡ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ടിഷ്യൂ ആണ്. അതും കണക്റ്റീവ് ടിഷ്യൂവിൽ തന്നെ വരികയാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ കണക്റ്റീവ് ടിഷ്യൂ ആണ് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ള ടിഷ്യൂ. ഏറ്റവും ഡൈവേഴ്സും ഏറ്റവും ലാർജസ്റ്റും ആയിട്ടുള്ള ടിഷ്യൂ ഏതാണ്? കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, ഇത് SCRT ആണ്, ഡയറക്റ്റ് ഫ്രം SCRT ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ തെറ്റിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇത് വെച്ച് എന്ത് ചെയ്യാം? അപ്പീൽ പോകാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഉത്തരം. കണക്റ്റീവ് ടിഷ്യൂ ആണ് ഏറ്റവും ലാർജസ്റ്റും ഏറ്റവും ഡൈവേഴ്സും ഇൻ ഹ്യൂമൻ ബോഡി. ഓക്കെ, ഇനി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, മേരി ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറയുക. അപ്പോൾ ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിൽ വരുന്ന സ്പെസിഫിക് സെൽസ് ആണ്. സ്റ്റെമ്മിലും റൂട്ടിലുമാണ് ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് കാണുന്നത്. ഓക്കെ, പ്ലാന്റിൻ്റെ ഗ്രോത്തിന് സഹായിക്കുന്ന സെൽസാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണ് മെരിസ്റ്റമാറ്റിക് സെല്ലും മെച്യൂർ സെല്ലും തമ്മിൽ. ഓക്കെ, മെരിസ്റ്റമാറ്റിക് സെല്ലിന് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ ന്യൂക്ലിയസ് ആണ്. അതുപോലെ തിൻ പ്രൈമറി വാളാണ്, മോർ സൈറ്റോപ്ലാസം. അതേസമയം മെച്യൂർ ആവുമ്പോൾ അതെന്താവും? തിക്ക് വാളാവും. പ്രൈമറി വാൾ തിക്ക് വരും, തിക്ക് സെക്കൻഡറി വാൾ വരും. ഓക്കെ, ന്യൂക്ലിയസ് കുറച്ച് ചെറുതാണ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി പ്ലാന്റ് ടിഷ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലെറൻകൈമ. പാരൻകൈമ എന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള സെൽസ്. ഓക്കെ, നമ്മളെ പാരൻസ് ഒക്കെ സിമ്പിൾ അല്ലേ, അങ്ങനെ ആലോചിക്കാം പാരൻസ്. അപ്പോൾ പാരൻകൈമ എന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്ട്രക്ചറാണ്. നമ്മുടെ പ്ലാന്റിൻ്റെ സോഫ്റ്റ് പാർട്സിൽ കാണുന്നത് പാരൻകൈമയാണ്. ഫോട്ടോസിന്തസിസിനും സ്റ്റോറേജ് ഓഫ് ഫുഡിനും ഹെൽപ്പ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാരൻസിന് കണക്കാണ് അല്ലേ. അവർ സിമ്പിളാണ്, അവർ വളരെ സോഫ്റ്റാണ്, അതുപോലെ അവർ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ പാരൻകൈമ. ഇനി നമ്മൾ വരുന്നത് കോളൻകൈമ. കോളൻകൈമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെൽ വാളിൻ്റെ കോർണേഴ്സിൽ മാത്രം തിക്കായിരിക്കും. ഓക്കെ, സെൽ വാളിൻ്റെ കോർണേഴ്സ് കണ്ടോ, കോർണേഴ്സ് നല്ല തിക്കായിട്ടിരിക്കും. പിന്നെ പ്ലാന്റിന് സപ്പോർട്ടും ഫ്ലെക്സിബിലിറ്റിയും കൊടുക്കുന്നത് കോളൻകൈമയാണ്. ഓക്കെ, അതേപോലെ സ്ക്ലീറൻകൈമ എല്ലാ സൈഡിലും ഒരേ തിക്കാണ്, സ്ട്രെങ്തും സപ്പോർട്ടും കൊടുക്കും. ഓക്കെ, സ്ട്രെങ്ത് കൊടുക്കുന്നത് സ്ക്ലീറൻകൈമ, SS സ്ട്രെങ്ത് സ്ക്ലീറൻകൈമ, ഫ്ലെക്സിബിലിറ്റി കോളൻകൈമ, ഫ്ലാക്ക് കോൾ. ഓക്കെ, അങ്ങനെയൊക്കെ ആലോചിക്കാം. ഇനി വാസ്കുലർ ടിഷ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ വെള്ളവും മിനറൽസിനും അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂട്ടിൽ നിന്നും പ്ലാന്റ്സിൻ്റെ ലീവ്സിലേക്കും അങ്ങനെ പല പാർട്സിലേക്കും പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് വാസ്കുലർ ടിഷ്യൂ. ഇതിനെ നമ്മൾ കോംപ്ലക്സ് ടിഷ്യൂ എന്നും പറയും, കാരണം അത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെല്ലിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അങ്ങനെ 2 കൈൻഡ് ഓഫ് കോംപ്ലക്സ് ടിഷ്യൂസ് ആണുള്ളത്. ഒന്ന് സൈലം, 2 ഫ്ലോയം. സൈലം എന്ന് പറയുന്നത് എലോങ്ങേറ്റഡ് ആണ്, വലിയ നീളമാണ് കേട്ടോ. അതുപോലെ അത് വെള്ളവും മിനറൽസും റൂട്ടിൽ നിന്നും ലീവ്സിലേക്ക് എത്തിക്കുന്നു. തിക്ക് സെൽ വാൾസ് ആണ്, അതുകൊണ്ട് തന്നെ പ്ലാന്റിന് സ്ട്രെങ്ത് കൊടുക്കും. ഫ്ലോയം എന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്റ്റഡ് സെൽസ് ആണ്, ട്യൂബുലർ ഇൻ്റർ കണക്റ്റഡ് സെൽസ് ആണ്. ഫുഡിൽ ലീവ്സിൽ നിന്ന് ഫുഡിലേക്ക് നേരെ ബാക്കിയുള്ള പാർട്സിലേക്ക് കൊടുക്കുന്നത് ഫ്ലോയമാണ്. അതുകൊണ്ടാണ് ഇൻ്റർ കണക്റ്റഡ്. മനസ്സിലായില്ലേ? ഇൻ്റർ കണക്റ്റഡ് സെൽസ് ആണ്. ഓക്കെ, അതുപോലെ ഇനി നമ്മളെ ഹ്യൂമൻ വരികയാണെങ്കിൽ ഒരുപാട് ടിഷ്യൂസ് ചേരുന്നതാണ് ഒരു ഓർഗൻ ഉണ്ടാകും, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നെർവസ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂവിന് ചേർന്ന് സ്റ്റൊമക്ക് ഉണ്ടാകുന്നു. കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ചേർന്ന് ഇൻറ്റെസ്റ്റൈൻ ഉണ്ടാകും. ഇത് 4 ചേർന്നാണ് കേട്ടോ ഇങ്ങനെ ഓർഗൻസ് ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഓർഗൻസ് എങ്ങനെ ഉണ്ടാകുന്നു, ഇനി ഓർഗൻസ് എല്ലാം ചേർന്ന് ഒരു ഓർഗാനിസം ഉണ്ടാകുന്നു. ഓക്കെ, ഇനി ഓർഗാനിസം എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റംസ് എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ മാത്രമേ എന്തെങ്കിലും വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് എല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഞാൻ പറഞ്ഞില്ലേ, ആറ്റം, മോളിക്യൂൾ, സെൽ ഓർഗനൽ, സെൽ, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, ബയോസ്ഫിയർ, അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൽ പഠിക്കേണ്ട കാര്യം. അത് കഴിഞ്ഞു. ഇനി റീഗെയിൻ ഇൻ അവർ ഫീൽഡ്, നമ്മളെ അഗ്രികൾച്ചറിനെ ബേസ് ചെയ്ത് നമുക്കിത് പറയാം. ഓക്കെ,
നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി എന്താണ്? ഫുഡ് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ കാലത്തും ആൾക്കാർക്ക് കറക്റ്റായിട്ട് ഫുഡും കറക്റ്റായിട്ടുള്ള സഫീഷ്യൻറ്റ് ഫുഡും ഹെൽത്തി ലൈഫ് കൊണ്ടുപോകാനുള്ള സഫീഷ്യൻറ്റ് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഫുഡ് സെക്യൂരിറ്റി. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി ഒരു ബെറ്റർ ആൻഡ് ഹെൽത്തി സൊസൈറ്റിക്ക് വളരെ അത്യാവശ്യമാണ്. ലാക്ക് ഓഫ് ന്യൂട്രീഷൻ ഇല്ലാത്ത രീതിയിൽ ഫുഡ് സെക്യൂരിറ്റി കൊണ്ടുപോകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഫുഡ് സെക്യൂരിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്? ഫാർമേഴ്സിൻ്റെ പ്രശ്നം, അഗ്രികൾച്ചർ സെക്ടറിൻ്റെ പ്രശ്നം എന്തൊക്കെയാണ്? എക്സ്പ്ലോയിറ്റേഷൻ ബൈ മിഡിൽ മെൻ, ക്ലൈമറ്റ് ചേഞ്ച്, fall in price, cost of production, crop loss, lack of space, environmental destruction and health issue. ഇതൊക്കെയാണ് ഫാർമേഴ്സിൻ്റെ ഇഷ്യൂ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ഫെർട്ടൈൽ സോയിൽ. ഓക്കെ, നമുക്ക് നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി വളരെ സേഫാണ്. ഓക്കെ, നമ്മളെ മണ്ണിൽ വളരെ രീതിയിൽ ആവശ്യമുള്ള 20 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയും. ഇത് നമ്മുടെ സോയിലിൽ നാച്ചുറലി അവൈലബിൾ ആണ്. അതെങ്ങനെയാണ് നാച്ചുറലി അവൈലബിൾ ആവുന്നത്? മൈക്രോ ഓർഗാനിസം ഡീകമ്പോസ് ചെയ്താണത് നാച്ചുറലി അവൈലബിൾ ആവുന്നത്. ഓക്കെ, നമുക്കറിയാം ലെജൂമിനസ് പ്ലാന്റ്സ് ആയ പയർ പോലത്തെ പയർ വർഗ്ഗങ്ങൾ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി വളരെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ pH ഓഫ് ദി സോയിലിൻ്റെ pH വാല്യൂം അതിൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ സോയിലിൻ്റെ എലമെൻസിൻ്റെ പ്രസൻസും pH വാല്യൂ ആണ് സോയിൽ ടെസ്റ്റിംഗ് വഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്താണെന്ന് ചോദിക്കാം. മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ചാൽ ചില മൈക്രോ ഓർഗാനിസം ഉള്ള ഫെർട്ടിലൈസേഴ്സ് ആണ്. അത് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കൂടും. അതായത് റൈസോബിയം, അസിറ്റോബാക്ടർ, അസോസ്പൈറലിയം, അതുപോലെ അക്വാറ്റിക് പ്ലാന്റ്സ് ആയ അസോള. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ന്യൂട്രിയൻ കണ്ടൻറ്റ് സോയിലിലെ ന്യൂട്രിയൻ കണ്ടൻറ്റ് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബാക്ടീരിയസ് ആണ്. റൈസോബിയം, അസിറ്റോബാക്ടർ, അസോസ്പൈറലിയം ആൻഡ് അസോള. അസോള എന്ന് പറയുന്നത് ഒരു അക്വാറ്റിക് പ്ലാന്റ് ആണ്. ഓക്കെ, പിന്നെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പല പല രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. മോഡേൺ ടെക്നോളജി പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓവറായിട്ട് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ പെസ്റ്റ് അതിനെ ഓവർകം ചെയ്യും. മനസ്സിലായല്ലേ? അത് എവല്യൂഷൻ്റെ ഒരു എവല്യൂഷൻ്റെ റിസൾട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് നമ്മൾ നാച്ചുറൽ പ്രഡേറ്റേഴ്സിനെ യൂസ് ചെയ്യാം. അത് പ്രഡേറ്റേഴ്സ് ആണെങ്കിൽ പാരസൈറ്റ്സ്, പാത്തജൻസ്, പെസ്റ്റിൻ്റെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള എനിമീസ് ഉണ്ട്. അവരെ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പരിധി വരെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെസ്റ്റിനെ മൊത്തത്തിൽ കളയുകയല്ല, അതിന് ഒരു മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് ക്രോപ്പ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, എക്കോ ഫ്രണ്ട്ലി മെത്തേഡാണ് ഇത്. ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ യൂസ് കുറയ്ക്കും. പകരം ബയോ പെസ്റ്റിസൈഡ്സ്, നാച്ചുറൽ എനിമി ഓഫ് പെസ്റ്റ്, മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. പിന്നെ നമ്മൾ ഹൈ ഈൽഡ് സീഡ് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട്. ഇത് ഹൈ ഈൽഡ് എന്ന് പറയുമ്പോഴേ അറിയാം നമുക്ക് ഹൈ പ്രൊഡക്ഷൻ കിട്ടുന്ന സീഡാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സീഡിൽ കൊണ്ടുവന്നു. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം ഇതൊന്നുമല്ല, ഇത് ഹെൽത്തിനും എൻവയോൺമെൻറ്റിനും വളരെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ രീതിയിൽ എക്സ്റ്റേണൽ മെറ്റീരിയൽസ് കൊടുത്ത് സസ്റ്റൈനബിൾ ആയിട്ട് അഗ്രികൾച്ചർ ഫാമിംഗ് ചെയ്യുന്നതാണ് ലീസ എന്ന് പറയുന്ന ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഇനി നീസ എന്ന് പറയുന്നുണ്ട്. നീസ എന്ന് പറയുന്നത് നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. അതായത് നമ്മൾ ആ പ്ലാന്റിൻ്റെ തന്നെ പ്ലാന്റിൻ്റെ തന്നെ ബൈ പ്രൊഡക്ട്സ് അതിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കൊണ്ടുവരും. വേറെ ഒരു ഔട്ട്സൈഡ് ഇൻ്റർഫിയറൻസും ഇല്ലാതെ പോകുന്നതാണ് നീസ. അപ്പം ഒന്ന് ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ. ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫെർട്ടിലൈസേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കും. ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് എന്ന് പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ. നോ എക്സ്റ്റേണൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്നും കൊടുക്കത്തില്ല. മനസ്സിലായില്ലേ? അതാണ് ഇതിൽ വരുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻ്റ് ആണ്. ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റിൽ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? മിൽക്ക്, മീറ്റ്, അഗ്രികൾച്ചർ പർപ്പസ്, കൗവിൻ്റെ ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസ് ജേഴ്സി, ഹോൾസ്റ്റീൻ, ഫെർസീൻ, വെച്ചൂർ, ബഫലോ, മുറ, നീലിരവി ആൻഡ് ഭദവാരി ഇതൊക്കെ ബഫലോ ആണ്. ഗോട്ട്, തലശ്ശേരി, ജംന പ്യാരി, ബോയർ. പോൾട്രി ഫാം എഗ്ഗിനും മീറ്റിനും വേണ്ടിയിട്ടാണ്. ചിക്കൻ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗ് ഹോൺ. ഡക്ക് വെറൈറ്റി എന്ന് പറയുന്നത് മുസ്കോവി, ചാര, ചെമ്പല്ലി. ക്വിൽ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ജപ്പാനീസ്, ബോബ് വൈറ്റ്. ഇതെല്ലാമാണ് ക്വിൽ വെറൈറ്റീസ്. ഓക്കെ, അതേപോലെ സിൽക്ക് വേമിനെ റിയർ ചെയ്യുന്ന സെറി കൾച്ചർ എന്ന് പറയും. സിൽക്ക് അതിനുണ്ടാകുന്നു. മൾബറി സിൽക്ക് വേം, ടസർ, മ്യൂഗ ഇതൊക്കെ സിൽക്ക് വേമിൻ്റെ വേറെ വേറെ വെറൈറ്റീസാണ്. പിസി കൾച്ചർ ഉണ്ട്, അറിയാലോ
അതായത് ഫിഷിനെ വളർത്തുന്നതാണ്. ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞാൽ ഫ്ലവറിങ് പ്ലാന്റ്സിനെ വളർത്തുന്നതാണ്. അപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ ഹണി ബി ആണ്. വെറൈറ്റി ഓഫ് ഹണി ബി ലൈക്ക് കോലൻ, മെല്ലിഫെറ, നൊഡിയൻ. ഇതൊക്കെ ഹണി ബിയുടെ പേരുകളാണ് കേട്ടോ. കോലൻ, മെല്ലിഫെറ, നൊഡിയൻ. പിന്നെ ക്യൂണിക്കൾച്ചർ, അങ്കോറ. അങ്കോറ എന്ന് പറയുന്നത് അതിൻ്റെ തൊലിപ്പുറം ഉണ്ടല്ലോ, ഫർ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഗ്രേ ജെയിൻറ്റും വൈറ്റ് ജെയിൻറ്റും ഉണ്ട്, അത് മീറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മഷ്റൂം കൾച്ചർ ഉണ്ട്, ചിപ്പിക്കൂൺ അല്ലേ, നിങ്ങൾക്കറിയാം. ബട്ടൺ മഷ്റൂം, പാൽക്കൂണും ഓയിസ്റ്റർ മഷ്റൂം, ചിപ്പിക്കൂണും ഉണ്ട്. വളരെ ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു, ഭയങ്കര ടേസ്റ്റും ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഷ്റൂം. അതേപോലെ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഡിഫറെൻറ്റ് റംബൂട്ടാൻ, ഡൂറിയൻ, ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സംഭവമാണ്. ഇൻഡിജിനസ് വെറൈറ്റീസുകൾ, സയൻറ്റിഫിക് വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ മെഡിസിനൽ പ്ലാന്റിൻ്റെ കൾട്ടിവേഷൻ. മെഡിസിനൽ പ്ലാന്റ് അറിയാമല്ലോ, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ അതോടെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പോളി ഹൗസ് ഫാമിംഗ്. പോളി ഹൗസ് ഫാമിംഗ് നിങ്ങൾ കാണാറുണ്ടായിരിക്കും അല്ലേ, റബ്ബർ നഴ്സറിയിലൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അത് ഒന്നിൽ ട്രാൻസ്പാരൻറ്റ് പോളിത്തീൻ കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്യും, അല്ലെങ്കിൽ പാർഷ്യലായിട്ട് നമ്മൾ കവർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ടെമ്പറേച്ചറും മോയ്സ്ചറും ഗ്രാജുവലി റെഗുലേറ്റ് ചെയ്തിട്ട് പയ്യെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് റാപ്പിഡാക്കി കൂട്ടും. ഓക്കെ, ന്യൂട്രിയൻസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ഇതിൽ കൊടുക്കുന്നത്. ഓക്കെ, ഹൈ ആണ് എക്സ്പെൻസ് എങ്കിൽ പോലും പിന്നീട് ഈൽഡ് നല്ല രീതിയിൽ കിട്ടും മറ്റതിനേക്കാളും. പ്രെസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പോകണമെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. കറക്റ്റ് ആ സോയിലിൻ്റെ അളവനുസരിച്ചിട്ട് വെള്ളം കൊടുക്കുന്ന സംഭവമാണ്. വെള്ളം, അതിൻ്റെ pH വാല്യൂ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ കാര്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നല്ല രീതിയിൽ തേനിയൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ അവിടുത്തെ വയലിലൊക്കെ ഇറങ്ങി നോക്കണം. ഓരോ ചെടിയുടെ മൂട്ടിലും ഓരോ പൈപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, പ്രെസിഷൻ ഫാമിംഗ് ആണ്. അത് നല്ല രീതിയിൽ അവർക്ക് ക്രോപ്പ് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഹൈഡ്രോപോണിക്സും അക്വാപോണിക്സും. ഹൈഡ്രോ എന്ന് പറയുമ്പോൾ ഇതിനറിയാം, വെള്ളത്തിൽ നമ്മൾ ചെടീനെ വളർത്തുന്നുണ്ട്. എയറോപോണിക്സ് എന്ന് പറഞ്ഞാൽ എയറിലാണ് വളർത്തുന്നത്. ഓക്കെ, അതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ന്യൂട്രിയൻസിന് ഡയറക്റ്റ്ലി നമ്മൾ റൂട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് അങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്ലാന്റ്സിനെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എയറോപോണിക്സും ഹൈഡ്രോപോണിക്സും ആണ് നല്ലത്, കാരണം അത്ര ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അക്വാപോണിക്സ് ഉണ്ട്. അക്വാപോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ ചെടിയെ വളർത്തും, താഴെ മീനിനെ വളർത്തും. മീനിനെ വിറ്റും ജീവിക്കാം, ചെടിയിൽ നിന്ന് കിട്ടുന്ന സാധനത്തിനെ വിറ്റും ജീവിക്കാം. അതാണ് അക്വാപോണിക്സ്. ഓക്കെ, അപ്പോൾ ഇതെത്രയാണ് കാര്യങ്ങൾ. അതുപോലെ മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, ഇതൊക്കെ മാംഗോ, പ്ലാന്റ്, ഞാലിപ്പൂവൻ, പാളയംകോടൻ, ഓക്കെ, ഇതൊക്കെ മലബാരി, അട്ടപ്പാടി ബ്ലാക്ക്, ഇതൊക്കെ നമ്മുടെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ, ഗോട്ടിൻ്റെ. അതുപോലെ കൗവിൻ്റെത് വെച്ചൂര്, കാസർഗോഡൻ കുള്ളൻ, ഇതൊക്കെ ഇൻഡിജിനിയസ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ള വെറൈറ്റീസാണ്. അതുപോലെ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇന്ന് 3 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ബാക്കി സയൻസ് ആണ്. അപ്പം ബാക്കി കെമിസ്ട്രി ഒക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ് തീർക്കാം. ഈ ക്ലാസ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഞാൻ SCERT നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതുകൊണ്ട് നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞത് ഓർമ്മ വരും. ക്ലാസ് 8 SCERT ആണ് കേട്ടോ. ക്ലാസ് 8 ബേസിക് സയൻസ് പാർട്ട് 1. എനിവേ നമ്മൾ SCERT ഫുൾ കവർ ചെയ്ത് തീർക്കും കേട്ടോ, എന്നിട്ട് നമ്മൾ പരീക്ഷ എഴുതാൻ പോകത്തുള്ളൂ. അതെൻ്റെ വാക്കാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ബൈ.